ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞു നടക്കുന്ന കാലം, സർക്കാർ ജോലി സ്വീകരിക്കാൻ പാടില്ല അത് ശിർക്കാണ് എന്ന് പ്രചരിപ്പിക്കുന്ന കാലം, കോടതിയിൽ ഒരു ഹർജി കൊടുക്കാൻ പാടില്ല അത് ശിർക്കാണ് എന്ന് പ്രചരിപ്പിക്കുന്ന കാലം, ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണകൂടത്തെ അംഗീകരിക്കാൻ പാടില്ല അത് ശിർക്കാണ് എന്ന് പ്രചരിപ്പിക്കുന്ന കാലം, ആ കാലത്ത് അഥവാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, വോട്ട് രേഖപ്പെടുത്തില്ല, അതിലൂടെ അധികാരത്തിൽ വരുന്ന ഗവൺമെന്റിനെ അംഗീകരിക്കില്ല, അത് താഗൂത്തിന്റെ ഭരണകൂടമാണ്, പൈശാചിക ഭരണകൂടമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ആ കാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതനായ പണ്ഡിതനായിരുന്ന മഹാനായ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അള്ളാഹു പരലോകത്ത് ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, വാണിയമ്പലം ഉസ്താദ് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പ്രസംഗത്തിനിടയിൽ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി മതത്തിന്റെ കുപ്പായം അണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമി മതത്തിന്റെ കുപ്പായം അണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇത് പറയുന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് ചെയ്യാൻ പാടില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല, തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഗവൺമെന്റിനെ അംഗീകരിക്കാൻ പാടില്ല, അത് ശിർക്കാണ്. മോശമാണെന്നൊന്നുമല്ല പറഞ്ഞത്, ശിർക്കാണ്. നിങ്ങൾ ആലോചിക്കണം, ജമാഅത്തെ ഇസ്ലാമി അത്തരം ഒരു വാദം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് സമസ്ത പറയുന്നത് ഇത് മതത്തിന്റെ കുപ്പായം അണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ്. അക്കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ സമസ്തക്ക് മറുപടി പറഞ്ഞത്രേ, ഈ മൂല്യന്മാർക്ക് മതം അറിയില്ല, രാഷ്ട്രീയം അറിയില്ല, ഇവർക്ക് മതവും രാഷ്ട്രീയം അറിയില്ല, തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുന്ന ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെ പറ്റി മതത്തിന്റെ കുപ്പായം അണിഞ്ഞ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഈ മൂല്യന്മാർക്ക് മതവും രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചു. വാണിയമ്പലം ഉസ്താദ് ഒരുപക്ഷെ അത് കാണാനുണ്ടായില്ല. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ്? ആ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. അവരിന്ന് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടിയായി നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, വോട്ട് രേഖപ്പെടുത്തുന്നു, സർക്കാർ ജോലി സ്വീകരിക്കുന്നു, സർക്കാർ കലാലയങ്ങൾ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി വിടുന്നു, സർക്കാരിന് ശമ്പളം വാങ്ങുന്ന ആ ശമ്പളം ഹറാമിന്റെ ഭക്ഷണമാണ്, ഹറാമിന്റെ മുതലാണ് എന്ന് പറഞ്ഞ ആളുകൾ, അവർക്കിടയിൽ വലിയ നയംമാറ്റം ഉണ്ടായി. ആ നയംമാറ്റം എവിടെയാണ് നയംമാറ്റം ഉണ്ടായത്? കമ്മിറ്റി മാറുന്ന പോലെയല്ല, പ്രസ്താവനകൾ മാറ്റി പറയുന്ന പോലെയല്ല. ഇതാദ്യം ശിർക്കായിരുന്നു, ഇന്നത് തൗഹീദിന്റെ പട്ടികയിലേക്ക് മാറ്റി എഴുതി. അതിനുശേഷം വല്ല ആയത്ത് ഇറങ്ങിയോ, വല്ല ഹദീസും കണ്ടുപിടിച്ചോ? ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത്, മതപരമായ കാര്യത്തിൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത വിഭാഗങ്ങളാണ് ഇതുപോലുള്ള ബിദായി പ്രസ്ഥാനങ്ങൾ. അപ്പൊ ബിദായി പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെ, ചെറുപ്പക്കാർക്കിടയിൽ വലിയ തോതിലുള്ള അപകടകരമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഒരു പണ്ഡിത സഭ ആവശ്യമാണ്. ആ പണ്ഡിത സഭയെ അംഗീകരിക്കൽ ആവശ്യമാണ്. ആ പണ്ഡിത സഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ മഹല്ല് സംവിധാനം, മദ്രസ സംവിധാനം, കുടുംബ സംവിധാനം, വ്യക്തിപരമായ ജീവിതം ഉൾപ്പെടെ ആ തലത്തിലേക്ക് ഭദ്രമാക്കി മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വഴിതെറ്റി സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത്തരം കാര്യങ്ങളിലൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു കണിശമായ സമീപനം സ്വീകരിച്ചു വരുന്നത്. ഇതിന്റെ ഗൗരവം ഇവിടുത്തെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി സാധാരണക്കാരെയും പണ്ഡിതന്മാരെയും എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത്തരം ബിദായി പ്രസ്ഥാനങ്ങളോട് അകന്നു നിൽക്കണം എന്നൊരു കാഴ്ചപ്പാട് സ്വീകരിച്ചു. അവരുമായിട്ട് അകന്നു നിൽക്കണം, അവരുടെ വേദിയിൽ കയറി പ്രസംഗിക്കാൻ പാടില്ല, അവരുമായിട്ട് അമിതമായ സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാവാൻ പാടില്ല. കാരണം അതൊരു അപകടകരമായ ആശയത്തെ പേറി നടക്കുന്ന വിഭാഗമാണ്. വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകും, അയൽവക്ക ബന്ധങ്ങൾ ഉണ്ടാകും, നാട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്, എല്ലാം ഉണ്ടാകാം. പക്ഷേ ആശയപരമായ ഈ വ്യത്യാസം നിലനിർത്തിക്കൊണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ആ സഹവാസങ്ങൾ. അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് നമ്മുടെ പണ്ഡിതന്മാർ, പൂർവികരായ പണ്ഡിതന്മാർ ഉൾപ്പെടെ ഈ സമൂഹത്തെ പഠിപ്പിച്ചത്. അതിന്റെ കാരണം എന്താണ്? ആ സഹവാസത്തിന് പ്രോത്സാഹനം നൽകുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സങ്കര സംസ്കാരമാണ് വളർന്നു വരിക.
ഒരു സങ്കര സംസ്കാരം വളർന്നു വരും. സുന്നിയല്ല, മുജാഹിദുമല്ല, ജമാഅത്തുമല്ല, ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിന്റെ ഒരു സാധാരണക്കാർക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ഭാഷ. സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തുണ്ടായ സംഗതിയല്ലേ. ഞാൻ മുസ്ലിമാണ്, ഞാൻ അള്ളാഹുവിനെ റസൂലിനെ അംഗീകരിക്കുന്ന മുസ്ലിമാണ്. കേൾക്കുമ്പോൾ വലിയ രസമാണ്. നമ്മൾ ആലോചിക്കേണ്ടത് മുസ്ലിം സമുദായത്തിനകത്ത് വിശ്വാസപരമായി വഴിതെറ്റി സഞ്ചരിക്കാൻ പ്രേരണ നൽകുന്ന, പ്രചോദനം നൽകുന്ന ഇത്തരം ബിദായി പ്രസ്ഥാനങ്ങളുമായി അകന്നു നിൽക്കണം, അവരുമായിട്ട് അകലം പാലിക്കണം എന്ന് പറഞ്ഞ അതേ സമസ്ത കേരള ജമിയത്തുലമ തന്നെയാണ് മുസ്ലിം സമുദായത്തിന്റെ ഒരു പൊതുവായ വിഷയം വന്നാൽ, നമ്മുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ വിഷയം വന്നാൽ, ഈ സംഘടനകളുമായിട്ടൊക്കെ ഒരു വിഷയാധിഷ്ഠിതമായ സഹകരണമാകാമെന്നും ഇവിടെ പഠിപ്പിച്ചത് സമസ്തയാണ്. അപ്പൊ ഈ കാഴ്ചപ്പാട് സമസ്ത പറയുന്നതിന്റെ താല്പര്യം ഇവിടെ ഭിന്നിപ്പുണ്ടാക്കലല്ല, മുസ്ലിം സമുദായത്തിൽ അനൈക്യമുണ്ടാക്കലല്ല, മുസ്ലിം സംഘടനകളെ ചേരിതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ പ്രേരണ കൊടുക്കലല്ല. ആശയപരമായ അഭിപ്രായ വ്യത്യാസമുള്ള സംഘടനകൾ തമ്മിൽ അകലമുണ്ടാവണം. ആ അകലം പാലിച്ചിട്ടില്ലെങ്കിൽ ആശയപരമായ ഭദ്രത തകരും. ആശയപരമായ ഭദ്രത നിലനിൽക്കണമെങ്കിൽ സംഘടനാപരമായ ഒരു ഭദ്രത സമൂഹത്തിൽ നിലനിൽക്കണം. അത് സംഘടനാ സങ്കുചിത്വമല്ല, ആദർശത്തെ സംരക്ഷിക്കാൻ ഏത് സംഘടനയും സ്വീകരിക്കുന്ന ഒരു സമീപനമാണ്.